ആരോപണങ്ങൾ നിഷേധിച്ച് സജി മഞ്ഞക്കടമ്പിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് താൻ പ്രതിയാകുന്നില്ലെന്നും തെറ്റ് ചെയ്യാത്തതിനാൽ ഭയമില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതെന്നും കുറ്റക്കാരനല്ലാത്തതിനാൽ ഒളിച്ചോടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ പാലാ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു. ആ എഫ്ഐആർ ഇട്ടെന്നുകൊണ്ട് ഞാൻ പ്രതിയല്ല. പക്ഷേ സജി മഞ്ഞക്കടമ്പൻ പോക്സോ കേസിൽ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പടം സഹിതം വെച്ച് ഒരു അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ എന്നെ അധിക്ഷേപിച്ച് ആദ്യം വാർത്ത കൊടുത്തു. അതോടുകൂടി വലിയ അപമാനം എനിക്കുണ്ടായി. പോട്ടെ, അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും തെറ്റ് ചെയ്യാത്ത ആളെന്ന നിലയിൽ ഞാൻ ഒളിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. മുൻകൂർ ജാമ്യത്തിന് ഞാൻ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, പക്ഷേ അഡ്വക്കേറ്റ് ജോർജ് ബോബൻ്റെ ഒരു ശാപം കൂടിയാണ്. എൻ്റെ കൂടെയുള്ള 70-കാരനായ കാരണവർ അങ്ങേർക്ക് ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മുൻകൂർ ജാമ്യത്തിലുണ്ട്. മുൻകൂർ ജാമ്യത്തിന് പോയത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല, എനിക്കൊരു ഭയമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടതാണ്, അവിടെ ജനങ്ങൾ മുഴുവൻ കൂടി അവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അവിടെ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും നോക്കാതെ മുഴുവൻ ആളുകളും അവിടെ അണിനിരുന്നു. അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന പെണ്ണമ്മ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ശൈലജ രവീന്ദ്രൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ്. കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിന്ത മത്സരിച്ച ലളിതാംബിക പൊണാട് വാർഡ് മെമ്പറോട് പങ്കെടുത്തു. അപ്പോൾ എല്ലാ ആളുകളും പങ്കെടുത്ത് അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി എന്നോടൊപ്പം ഈ വിഷയത്തിൽ അണിനിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വാർത്ത മൂടി വെക്കാൻ അല്ല മറയ്ക്കാനായി സജി മഞ്ഞക്കടമ്പൻ പെണ്ണമ്മ ജോസഫിനെ ഉപയോഗിച്ചിട്ട് നാളെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ചേരാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത വാർത്ത കൊടുക്കുന്നു. ഞാൻ പറയും, ഒരു ഓൺലൈൻ മീഡിയ കയ്യിൽപ്പെടുന്നതുകൊണ്ട് ഇങ്ങനെ ആളുകളെ അധിക്ഷേപിക്കാൻ ഒരു വാർത്ത. ഞാൻ ഇന്നലെ വേറെ 2 ഓൺലൈൻകാർ കൊടുത്തത്. ഞാൻ ചോദിച്ചാൽ 6 പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തത്. അപ്പോൾ ഇവിടെ കേരള കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് പറഞ്ഞു മഞ്ഞക്കടമ്പ് വരുന്നതിന് വിരോധമില്ലെന്ന്. ഞാൻ പറയട്ടെ, ഞാനല്ല തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പേരിൽ ആ വാർത്ത കൊടുക്കണം. അല്ലെങ്കിൽ RV പറഞ്ഞെങ്കിൽ RVയുടെ പേരിൽ ആ വാർത്ത കൊടുക്കണം. എൻ്റെ ആരുടെയും പേരുമില്ല, ഊരുമില്ല. മഞ്ഞക്കടമ്പൻ കോൺഗ്രസിനെ തെറി വിളിച്ചു. ഞാനത് കോൺഗ്രസിനെ തെറി വിളിച്ച് ഞാനൊരു കോൺഗ്രസിനെ തെറി വിളിക്കുന്ന കാര്യം എനിക്കില്ല. കോൺഗ്രസിന് വിരോധിയാണെന്ന് വരുത്തി തീർക്കാൻ